എല്ലാവർക്കും നമസ്കാരം. ഇൻന്യൂസാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് ഇൻ്റൽസാറ്റ് 17 66 ഡിഗ്രി സി ബാൻഡ്. 66 ഡിഗ്രീൻ്റെ സിഗ്നലിനെ കുറിച്ചാണ് കൂടുതൽ പേരും ചോദിക്കാറ്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ടീപ്പിൻ്റെയും സിഗ്നൽ കുറവെന്ന് തന്നെ പറയാം. എന്നാൽ കൂടുതലായിട്ട് കുറവുള്ള ടി പി മീഡിയ 1ൻ്റെ 4005 ടി പി ആണ്. അതാണ് നന്നായിട്ട് സിഗ്നൽ കുറഞ്ഞിട്ടുള്ളത്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാള ചാനൽ മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഏത് ഫ്രീക്വൻസിയിലേക്കാണ് മാറിയത്, അത് ഏത് മലയാള ചാനലാണെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ടി പിയിലേക്ക് മാറിയ ചാനൽ ജനൻ ടി വി ആണ്. ജനൻ ടി വി നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് 3966 ഹൊറിസോണ്ടലായിരുന്നു. ഇപ്പോൾ വെർട്ടിക്കൽ ടി പിയിലേക്ക് മാറിയിട്ടുണ്ട്. 4015 വെർട്ടിക്കൽ കൈരളീൻ്റെ ടി പി ആണ്. അതിലേക്കാണ് ജനൻ ടി വി മാറിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ കിട്ടുന്ന ഹൊറിസോണ്ടൽ ടി പി ആയ 3966 അതിൻ്റെ സിഗ്നൽ കിട്ടുന്നുണ്ട്. രണ്ട് ഫ്രീക്വൻസിയിൽ നമുക്ക് ജനൻ ടി വി കിട്ടുന്നുണ്ട്. സി ബാൻഡ് നിലവിൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് LNB നനയാതെ നോക്കുക എന്നുള്ളത്. കാരണം മഴയാണ്, വില കൂടിയ LNBകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മൂടി വയ്ക്കുക. കനം കുറഞ്ഞ കപ്പ് ഉപയോഗിച്ചിട്ട് മൂടുക. വലിയ കനമുള്ള കപ്പ് വെച്ച് മൂടരുത്, കാരണം പോക്കൽ ലെങ്ത്ത് ബെൻഡായി പോവും. അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡിഷിൻ്റെ ഉള്ളിലേക്ക് കപ്പ് മറിഞ്ഞു വീഴും, അങ്ങനെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പല ആളുകളും എനിക്ക് ഡിഷിൻ്റെ ഫോട്ടോസൊക്കെ അയക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ കേബിൾ നേരെ LNBയിലേക്ക് കൊടുത്തിട്ട് നേരെ അത് സെറ്റ് ബോക്സിലേക്ക് പോകുന്നു. അപ്പോൾ കേബിളിൻ്റെ ഒരു ഭാഗം കുറച്ച് ലൂസ് ആക്കിയിട്ട് അവിടെ ആ പോക്കൽ ലെങ്ത് തമ്മിൽ ഒന്ന് ഇതേ രീതിയിൽ കേബിൾ കെട്ടി വയ്ക്കുക, ഇൻസ്റ്റലേഷൻ ചെയ്യുക, അല്ലെങ്കിൽ കനം കുറഞ്ഞ കമ്പി കൊണ്ട് കെട്ടി വയ്ക്കുക ചെയ്യാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കേബിൾ വലിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളില്ല, F കണ്ടറിൻ്റെ ഭാഗം പൊട്ടുന്ന പ്രശ്നങ്ങളില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.